രാവിലെ തന്നെ ബിഗ് ബോസിൽ നല്ല അടി നടക്കുകയാണ്. ഇന്നലത്തെ വിസൽ ടീം ഷാനവാസും അനുമോളുമാണ്. ഷാനവാസ് കഴുകി വെച്ച പാത്രത്തിൽ അഴുക്കുണ്ട്, വന്ന് കഴുകി തന്നാലേ കുക്ക് ചെയ്യത്തുള്ളതാണ് പറയുന്നത്. ആ പാത്രത്തിൽ ഒരഴുക്കുമില്ല. അക്ബർ എടുത്ത് കാണിക്കുകയാണ് ഇതിനകത്ത് ഈ ഇരിക്കുന്ന എന്തുവാണെന്ന്. അപ്പോൾ അവർ പറയുന്നത്, ഷാനവാസ് പറയുന്നത് അതിൻ്റെ കറുപ്പ് ഇളകിപ്പോയതാണ്, ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, അത് ഇളകിപ്പോയതാണെന്ന്. അല്ല ഒരു പൊടി അന്നേരം അനീഷ് വന്നിട്ട് പറയുന്നത്, ഇത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണത്തില്ലല്ലോ, നിങ്ങളത് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് എടുത്ത് കുക്ക് ചെയ്യേണ്ടതല്ലേ എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് 3 ക്യാപ്റ്റന്മാരും കൂടെ അങ്ങ് തുടങ്ങി, ഇത് ഇവർ കഴുകി കൊടുത്താലേ അവർ കുക്ക് ചെയ്യത്തുള്ളൂ. എല്ലാവരെയും എടുത്ത് അക്ബർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വഴക്ക്! ആ നിവിൻ്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ ഭയങ്കര ഓവർ. അനുമോൾ പറഞ്ഞ് കഴുകത്തില്ല, ഷാനവാസും പറഞ്ഞ് കഴുകത്തില്ല, അനീഷ് പറഞ്ഞത് നിങ്ങൾ കഴുകല്ലോ, നിങ്ങൾ കഴുകി കൊടുക്കല്ലോ. അതെന്താ അത്ര വാശി? അവരിന്ന് ഭക്ഷണം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട, അവർ ഭക്ഷണം ഉണ്ടാക്കത്തില്ല, കഴുകി തരാതെ അവർ ഭക്ഷണം ഉണ്ടാക്കത്തില്ല. അതാണ് കിച്ചൺ ടീമിൻ്റെ തീരുമാനം എന്നാണ് പറയുന്നത് നിവിൻ. അനീഷ് പറഞ്ഞ് നിങ്ങൾ കഴുകണ്ടെന്ന്. അപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് ആര്യൻ പറയാണ്. ഞങ്ങൾക്ക് സൗകര്യമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ, അവർ കഴുകി തരാതെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തരത്തില്ലെന്ന്. ഷാനവാസ് കഴുകത്തില്ലെങ്കിൽ അനുമോട് കഴുകട്ടെ. അനുമോട് പറയുന്നത്, എനിക്ക് സൗകര്യമില്ലടാ, ഞാൻ കഴുകത്തില്ലടാ, സൗകര്യമില്ലടാ എന്ന് അനുമോട് പറയുന്നു. അപ്പം ഇതിനകത്ത് ഈച്ച വീണില്ലെന്ന് എങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ, ഈച്ച നിൻ്റെ വായിൽ നിന്ന് വീണായിരിക്കും, നിൻ്റെ വായിൽ നിന്ന് ഒരു ഈച്ചയെ കൊണ്ട് അതിനകത്ത് ഇടുക, എന്നിട്ട് വിളിച്ച് കഴിപ്പിക്കുന്നത്. അനുമോടെ വിളിക്കുന്ന എടി ഉദ്ഘാടന റാണി, നിൻ്റെ മനസ്സിലുള്ള കറുപ്പെടുത്ത് കളയടിയെന്ന്. അനുമോട് പറഞ്ഞാൽ, ആദ്യം നീ പോയി തേച്ച് കഴുകി കുളിക്കടാ, തേച്ച് നനച്ച് കുളിക്കുക, നീ വന്നനക്ക് ഇതുവരെ നീ കുളിച്ചിട്ടുണ്ടോ, പല്ല് തേച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് ഇതൊക്കെ എന്തിനാണ് നീ അറിയുന്നത്, ഞാൻ പല്ല് തേച്ചില്ല, നിനക്ക് ഇതാണോ ഈ ജോലി, നീ ഇത് നോക്കി നടക്കുകയാണെന്ന്. എടാ വന്ന് അന്നോട്ട് കാണുന്നില്ല നീ കുളിക്കാതിരിക്കുന്നതെന്ന് അനുമോള്. നിനക്ക് പൂമ്പാറ്റയുടെ അടിയിൽ കിടക്കാൻ പറ്റാത്തതിൻ്റെ ഇതല്ലേടി നീ രാവിലെ കാണിക്കുന്നതെന്ന് അനുമോളോട് പറയുന്നത്. എന്നിട്ട് അതിന് അനുമോൾ ഒന്നും മറുപടി പറയാതെ അനുമോൾ ഇങ്ങനെ നടക്കുക. അനുമോൾ അനീഷ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. നൂറ വന്നിട്ട് ചോദിക്കുന്നത്, ഇന്ന് ഭക്ഷണം കിട്ടുമെന്ന്. ഇത് പാത്രം കഴുകി തരാതെ ഭക്ഷണം ഉണ്ടാക്കി തരത്തില്ല, വേണമെങ്കിൽ ചപ്പാത്തി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്, ഇന്നലത്തെ ചപ്പാത്തി എനിക്ക് വേണ്ടതെന്ന് നൂറ പറയുന്നത്. അന്നേരം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അന്നേരം നൂറ പറയുന്നത്, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന്. ഞങ്ങൾ ഉണ്ടാക്കത്തുമില്ല, ഇവിടെ ആരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കത്തുമില്ലെന്ന് പറയുന്നു. അപ്പം നൂറ പറയുന്നു, അപ്പം ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാതിരിക്കാനുള്ളൊരു നമ്പറാണ് രാവിലെ പാത്രത്തിൽ അഴുക്കിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അനീഷിൻ്റെ പുറകെ നടന്ന് ആര്യൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൗകര്യമില്ല അനീഷിൻ്റെ പുറകെ നടന്ന് പറയുക. അനീഷ് പറഞ്ഞ് നിങ്ങൾ കഴുകണ്ടെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിനാണ് അനീഷിൻ്റെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു ക്യാപ്റ്റൻ പോലും ഇല്ല നല്ലതെന്നുള്ള ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.